ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് 1 മനസ്സു തുറക്കാം. ഇതിലെ പാഠഭാഗമായ 3ാമത്തെ പാഠഭാഗം മാതൃഭാഷയും പരിസ്ഥിതിയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുഴുവൻ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന പാഠഭാഗത്തിൻ്റെ 10 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 10 മൾട്ടിപ്പിൾ ചോയ്സ് ഉൾപ്പെടുത്തിയിരുന്നു. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പേജ് ഒന്ന് വായിച്ചു നോക്കാം. മഴയും മരവും കിളിയും എല്ലാം മലയാളത്തിൻ്റെ അഴകും കരുത്തുമാണ്. അഴകെന്ന് പറഞ്ഞാൽ ഭംഗി. ഇവയെല്ലാം അടങ്ങുന്ന ഒരു ലോകമാണ് മാതൃഭാഷയുടേത്. ഇവയെ ചിലതില്ലാതാകുമ്പോഴോ അതിനെക്കുറിച്ചാണ് മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാതൃഭാഷയും പരിസ്ഥിതിയും. മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട്. മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത്. ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷാ പദസമൂഹത്തിലൂടെയാണ്. തെങ്ങ് എന്ന വൃക്ഷത്തൈ എടുക്കുക. തെങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു പദകോശം മലയാളത്തിലുണ്ട്. തെങ്ങ്, ഓല, പട്ട, ഈർക്കിൾ, കൊതുമ്പ്, കോഞ്ഞാട്ട, വെള്ളയ്ക്ക, കരിക്ക്, ഇളനീർ, പൊങ്ങ്, കൊപ്ര, വെളിച്ചെണ്ണ, ചിരട്ട, ചകിരി, മടൽ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പദസമൂഹം. ഈ വാക്കുകൾ തുല്യമായി ഒരു പദസമൂഹം അന്യഭാഷയിൽ ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവുമില്ല. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. പഴമക്കാർക്ക് അവയുടെ പേരും പ്രയോഗവും പരിചയമുണ്ടായിരുന്നു. പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവ് ഇല്ലാതാകുന്നതോടെ ആ സസ്യം തന്നെ അവഗണനയിലേക്ക് പോകുന്നു. പേരും ഔഷധ ഗുണവും അറിയാത്തത് കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ ഒരു പദശേഖരത്തിലെ കുറവ് പരിസ്ഥിതിയെ നേരിട്ടു തന്നെ ബാധിക്കുന്നു. നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ ഭാഷയിലൂടെയാണ്. പരിസ്ഥിതിയുടെ കാര്യത്തിലാണുമ്പോൾ ഏതെങ്കിലും ഭാഷയുമായല്ല, മാതൃഭാഷയുമാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമുള്ള ബന്ധം ബലപ്പെടുക എന്നതാണ്. ഡോക്ടർ വത്സൻ വാതുശ്ശേരി. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ തെങ്ങ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കോക്കനട്ട് ഷെൽ എന്നൊന്നുമല്ല നമ്മൾ ചിന്തിക്കുക. നമ്മൾ തേങ്ങ, ചിരട്ട, ചകിരി അങ്ങനെയാണ് ചിന്തിക്കുക. നമ്മുടെ ചിന്തകൾ പോകുന്നത് മാതൃഭാഷയിലാണ്. അപ്പോൾ നമുക്കൊരു സസ്യം ഇല്ലാതാവുന്നു പറയുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പദപ്രയോഗങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചുരുക്കം നോക്കാം. ഡോക്ടർ വത്സൻ വാതുശ്ശേരിയുടെ ലേഖനം മാതൃഭാഷയും പരിസ്ഥിതിയും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെയാണ് ഊന്നി പറയുന്നത്. മാതൃഭാഷ കേവലം ആശയവിനിമയത്തിന് ഉപാധി എന്നതിലുപരി അതൊരു ആവാസ വ്യവസ്ഥ കൂടിയാണെന്ന് ലേഖകൻ പറയുന്നു. അപ്പോൾ മാതൃഭാഷ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാനോ നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാനോ ഉള്ള ഒരു ഉപാധി മാത്രമല്ല, അതൊരു ആവാസ വ്യവസ്ഥയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആവാസ വ്യവസ്ഥ? ഒരാളുടെ പരിസ്ഥിതി ബോധം രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതും അയാളുടെ മാതൃഭാഷയിലെ വാക്കുകളിലൂടെയാണ്. അപ്പോൾ ഒരാളുടെ പരിസരവുമായി ബന്ധപ്പെടുന്നത് എന്താണ്? അവനവൻ്റെ സ്വന്തം ഭാഷയിലൂടെയല്ലേ. അപ്പോൾ ഒരാളുടെ പരിസ്ഥിതി ബോധം രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതും അയാളുടെ മാതൃഭാഷയിലെ വാക്കുകളിലൂടെയാണ്. തെങ്ങിൻ്റെ വിവിധ ഭാഗങ്ങളെയും അവസ്ഥകളെയും സൂചിപ്പിക്കുന്ന ഓല, കരിക്ക്, ചീരട്ട തുടങ്ങിയ പേര് ഇല്ലാതാകുമ്പോൾ ആ പേര് അറിയാത്തത് കൊണ്ട് ആ സസ്യങ്ങളെ നാം അവഗണിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ഭാഷയിലെ വാക്കുകളുടെ കുറവ് പരിസ്ഥിതിയെ നേരിട്ട് ബാധിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിൽ ആശയങ്ങൾ രൂപപ്പെടുന്നത് ഭാഷയിലൂടെയാണ്, പ്രത്യേകിച്ച് മാതൃഭാഷയിലൂടെ. അതിനാൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള നമ്മുടെ ബോധവും മാതൃഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ്. മാതൃഭാഷയെ പരിപോഷിപ്പിക്കുന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ സ്നേഹവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുമെന്നും ലേഖകൻ വ്യക്തമാക്കുന്നു. അപ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. തെങ്ങിൻ്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുമെന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത്. തെങ്ങിൻ്റെ നാശം എങ്ങനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ചോദ്യം നോക്കാം. ഡോക്ടർ വത്സൻ വാതുശ്ശേരിയുടെ
ലേഖനം മാതൃഭാഷയും പരിസ്ഥിതിയും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെയാണ് ഊന്നി പറയുന്നത്. ആദ്യത്തെ ചോദ്യം തെങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ഉത്തരമാണ് നാം വായിക്കുന്നത്. മാതൃഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി അതൊരു ആവാസ വ്യവസ്ഥ കൂടിയാണെന്ന് ലേഖകൻ പറയുന്നു. ഒരാളുടെ പരിസ്ഥിതി ബോധം രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതും അയാളുടെ മാതൃഭാഷയിലെ വാക്കുകളിലൂടെയാണ്. തെങ്ങിൻ്റെ വിവിധ ഭാഗങ്ങളെയും അവസ്ഥകളെയും സൂചിപ്പിക്കുന്ന ഓല, കരിക്ക്, ചിരട്ട തുടങ്ങിയ വാക്കുകൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. ഈ വാക്കുകൾക്ക് തത്തുല്യമായ ഒരു പദസമൂഹം മറ്റു ഭാഷകളിൽ ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവുമില്ല. തെങ്ങ് ഇല്ലാതായാൽ ഈ വാക്കുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാതെ ആകും. ക്രമേണ അവ ഭാഷയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഈ വാക്കുകൾക്ക് സമാനമായ അത്രയും ആഴമുള്ള പദസഞ്ചയം മറ്റു ഭാഷകളിൽ സാധാരണയായി കാണാറില്ല. അങ്ങനെ വരുമ്പോൾ ഈ വാക്കുകളോടൊപ്പം ഉൾച്ചേർന്നിട്ടുള്ള സാംസ്കാരികവും പാരിസ്ഥിതികവുമായ അറിവുകൾ മലയാളത്തിൽ നിന്ന് നഷ്ടപ്പെടും. ഇത് ഭാഷയുടെ പദസമ്പത്തിനെ കുറയ്ക്കുകയും അതിൻ്റെ തനിമയെയും ആഴത്തെയും ബാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം എന്താണ്? പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന ഭാഗമായി പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ മാതൃഭാഷയാണ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും അവബോധത്തെയും രൂപപ്പെടുത്തുന്നത് എന്നാണ്. തെങ്ങുമായി ബന്ധപ്പെട്ട വാക്കുകളിലൂടെയും ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവിലൂടെയും മാതൃഭാഷ നമ്മുടെ പരിസ്ഥിതിയുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നു. ഈ ബന്ധം നിലനിർത്തുന്നതിലൂടെയാണ് ശക്തിപ്പെടുത്തുന്നതിലൂടെയും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇല്ലാതാവുന്ന വാക്കുകൾ. മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനം വായിച്ചല്ലോ. നിങ്ങളുടെ നാട്ടിലെ സസ്യങ്ങൾ, പക്ഷികൾ, കൃഷി, ആഹാരം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ മുതിർന്നവരോട് ചോദിച്ചു കണ്ടെത്തൂ. അവ ഇപ്പോൾ ഉപയോഗത്തിലുണ്ടോ? ഇല്ലെങ്കിൽ അതിന് കാരണം എന്തെല്ലാമായിരിക്കും? ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങളുടെ കണ്ടെത്തലുകളും എല്ലാം ക്രമീകരിച്ച് ചുമർ പത്രിക തയ്യാറാക്കുക. ചിത്രങ്ങൾ വരച്ചു ചേർത്തും ഉചിതമായ പേര് കൊടുത്തും നിങ്ങളുടെ പത്രിക ഭംഗിയാക്കുമല്ലോ. തയ്യാറാക്കിയ ചുമർ പത്രികകൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം നോക്കാം. ചുമർ പത്രിക നിങ്ങൾക്ക് എഴുതേണ്ട കാര്യങ്ങൾ മാതൃകയായി നൽകുകയാണ്. പണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ഭാഗമായിരുന്ന വാക്കുകൾ ഇപ്പോൾ നിഘണ്ടുവിലെ ചില അക്ഷരങ്ങളായി മാറിയിരിക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ചാക്കര എന്ന് പറഞ്ഞാൽ നെല്ലളക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രം. മെതിക്കളം, കച്ച മെതിച്ചിരുന്ന സ്ഥലം. ഞാറ്റുവേല, വിവിധ കൃഷി സമയങ്ങളെ സൂചിപ്പിക്കുന്ന കാലാവസ്ഥ ഘടകം തുടങ്ങിയ പദങ്ങൾ ഒരു കാലത്ത് കർഷകരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ആധുനിക കൃഷിരീതികളും യന്ത്രവൽക്കരണവും വന്നതോടെ ഈ വാക്കുകളുടെ ഉപയോഗം കുറഞ്ഞു. അതോടെ ഈ വാക്കുകൾ ഉൾക്കൊണ്ടിരുന്ന അറിവും ജീവിത രീതിയും പുതിയ തലമുറക്ക് അന്യമായി. പ്രകൃതിയുമായും സസ്യങ്ങളുമായും ബന്ധപ്പെട്ട വാക്കുകളും ഇങ്ങനെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കോനാട്ട എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഉണങ്ങിയ മടൽ. രാച്ചുക്ക് ഒരുതരം രാത്രി പക്ഷി. കയ്യോന്നി കുടങ്ങൽ ഔഷധ സസ്യങ്ങൾ തുടങ്ങിയ വാക്കുകൾ പലർക്കും ഇന്ന് അപരിചിതമാണ്. ഈ വാക്കുകൾ ഇല്ലാതാകുമ്പോൾ അവ സൂചിപ്പിക്കുന്ന സസ്യങ്ങളെയും ജീവികളെയും കുറിച്ചുള്ള അറിവും അവയുടെ പ്രാധാന്യവും നമുക്ക് നഷ്ടമാകുന്നു. ഔഷധ ഗുണമുള്ള ചെടികളെ തിരിച്ചറിയാനും അവ ഉപയോഗിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആരോഗ്യത്തെയും പ്രകൃതിയുമായുള്ള ബന്ധത്തെയും ദോഷകരമായി ബാധിക്കുന്നു. ആഹാരവുമായി ബന്ധപ്പെട്ട വാക്കുകളിലും ഈ മാറ്റം പ്രകടമാണ്. കഞ്ഞിത്തളം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന രീതി. കൂവളത്തിൻ്റെ പഴം. അണ്ടർവെറ്റ് അരിവെച്ച കഞ്ഞി തുടങ്ങിയവ നമ്മുടെ അടുക്കളയിൽ നിന്ന് അപ്രത്യക്ഷമായ വാക്കുകളാണ്. ഈ വാക്കുകൾ മറയുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട പഴയ ആഹാര രീതികളും പാചക രീതികളും ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോകുന്നു. ഈ വാക്കുകൾക്ക് പ്രചാരണം നഷ്ടമാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, നഗരവൽക്കരണം, പുതിയ സാങ്കേതിക വിദ്യകളുടെ വരവ്, മറ്റു ഭാഷകളുടെ സ്വാധീനം, തലമുറകളിലേക്കുള്ള അറിവിൻ്റെ കൈമാറ്റത്തിലെ കുറവ് എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു. ഇനി അടുത്തത് ഒരു പോസ്റ്ററാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണ്. നമ്മുടെ ഭാഷ നമ്മുടെ അഭിമാനം, നമ്മുടെ മാതൃഭാഷ നമ്മുടെ ഹൃദയമാണ്. അതിലൂടെയാണ് നാം ലോകത്തെയും നമ്മെയും അറിയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യാം.
6ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.